പി എസ് സുനിൽ, ഇതിൽ ഇന്റലിജൻസിന് സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു വീഴ്ച വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സുനേരി മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലം, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റെഡ് ഫോർട്ടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. ഈ സുനേരി മസ്ജിദിൻ്റെ അടുത്ത് ഈ കാർ 2 മണിക്കൂർ പാർക്ക് ചെയ്തിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ആക്രമണത്തിന് തയ്യാറെടുത്ത് ഉമർ നേരത്തെ തന്നെ ദില്ലി നഗരത്തിലേക്ക് എത്തിയിരുന്നു. ഫരീദാബാദിൽ നിന്ന് ഉമർ മുഹമ്മദ് ഈ i20 കാറിൽ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. പുൽവാമ സ്വദേശിയിൽ നിന്ന് വാങ്ങിയ കാറ് ബദർപൂർ അതിർത്തി വഴി ദില്ലി നഗരത്തിലേക്ക് വന്നതിൻ്റെ റൂട്ട് മാപ്പ് ഇപ്പോൾ ലഭ്യമാണ്. അവിടെ നിന്നും നേരെ സുനീരി മസ്ജിദിലേക്ക് ഉമർ മുഹമ്മദ് പോകുന്നു. സുനീരി മസ്ജിദിൽ എത്തിയതിനു ശേഷം അവിടെ 2 മണിക്കൂർ ഈ കാറ് പാർക്ക് ചെയ്തു എന്നാണ് അറിയുന്നത്. സുനീരി മസ്ജിദിൽ നിന്ന് പിന്നീട് 3:19 ഇത് റെഡ് ഫോർട്ടിലേക്ക്, ചെങ്കോട്ടയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെയും പാർക്കിംഗ് സ്ലോട്ടിൽ 3 മണിക്കൂർ നേരം ഈ കാർ പാർക്ക് ചെയ്തു. അപ്പോൾ ഈ കാറ് സ്ഫോടക വസ്തുക്കൾ നിറച്ചോ അതല്ലാതെയോ ഇപ്പോൾ ദില്ലി നഗരത്തിലേക്ക് വന്ന വിവരം ഒരു അന്വേഷണ ഏജൻസിയും അറിയാതെ പോയി എന്നുള്ളതാണ്. ഇന്റലിജൻസ് സംവിധാനം അതറിഞ്ഞില്ല. ദരിയാഗഞ്ച് മേഖലയിൽ ഈ കാർ കുറച്ചു ദിനം പാർക്ക് ചെയ്തതായിട്ട് അറിയാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ ദരിയാഗഞ്ച് മേഖലയിലെ ഹോട്ടലുകളിൽ ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ദരിയാഗഞ്ചൊക്കെ ആളുകൾ വളരെ തിങ്ങിപ്പാർക്കുന്നൊരു ഇടമാണ്. ഈ സുനീരി മസ്ജിദിലും ഈ റെഡ് ഫോർട്ടും തമ്മിൽ അത്ര അകലമുണ്ടോ? ഇവിടെ രണ്ടിടത്തും ഈ കാർ പാർക്ക് ചെയ്തിട്ടും ഇന്റലിജൻസ് സംവിധാനം അറിയാതെ പോയി എന്നുള്ളതൊരു ഗുരുതരമായ വീഴ്ചയായിരിക്കില്ലേ? പ്രത്യേകിച്ച് എവിടെ വെച്ചാണ് ഈ i20 കാറിൽ ഇത്രയും സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ടുള്ളത്? ആ ചോദ്യവും പ്രസക്തമല്ലേ? തീർച്ചയായും ഈ സ്ഫോടക വസ്തു നിറച്ച് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കാർ ഡൽഹി അതിർത്തി കടന്ന് ഡൽഹിയിലേക്ക് പ്രവേശിച്ചത്. ഈ ബദർപൂർ അതിർത്തി വഴി ഡൽഹിയിലേക്ക് ഈ കാർ വന്നിട്ടുണ്ടാവുക ഈ സ്ഫോടക വസ്തു നിറച്ച് തന്നെ ആയിരിക്കാം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ കാറിനകത്ത് ഉമർ മുഹമ്മദ് ഉൾപ്പെടെ 3 പേരുണ്ടായിരുന്നു ആ കാറിനകത്ത്. പിന്നീട് ഈ കാർ ഡൽഹിയിലെ പല മേഖലകളിലൂടെ സഞ്ചരിച്ചു. അതിനുശേഷമാണ് ഈ കാർ ഇന്നലെ ഉച്ചയോടുകൂടി ഈ റെഡ് ഫോർട്ടിന് പരിസരത്തേക്ക് വരുന്നത്. പിന്നീട് ഈ റെഡ് ഫോർട്ട്, ഇതാണ് എൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് ചെങ്കോട്ട. ചെങ്കോട്ടയ്ക്ക് അപ്പുറത്താണ് ഈ സുനേരി മസ്ജിദ് ഉള്ളത്. അപ്പോൾ ആ സുനേരി മസ്ജിദിൻ്റെ പാർക്കിങ്ങിൽ ഈ കാർ കയറുന്നു. അവിടെ ഏതാണ്ട് 2 മണിക്കൂർ സമയം ഈ കാർ പാർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ കാർ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് കയറുമ്പോൾ മറ്റ് 2 പേർ കൂടി ഒരുപക്ഷെ ഈ കാറിനകത്തുണ്ടാകാം. അവരായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു സ്ഫോടക വസ്തുവിൻ്റെ മറ്റ് ഓപ്പറേഷനുകളൊക്കെ തന്നെ സെറ്റ് ചെയ്തത്, പരിശോധിച്ചത്, അത് അതിനകത്ത് ഘടിപ്പിച്ചതൊക്കെ തന്നെ. പിന്നീട് ഈ കാർ സ്ഫോടനം നടത്തുന്നതിനായി ആ ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ഈ വെളുത്ത കർട്ടൻ കൊണ്ട് മറച്ചിരിക്കുന്ന ഭാഗത്താണ് സ്ഫോടനം നടന്നത്. അത് ചെങ്കോട്ടയോട് ചേർന്നുള്ള ഗേറ്റിനോട് ചേർന്നുള്ള ഭാഗമാണ്. ഈ റോഡ് നേരെ ചെല്ലുന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. അപ്പോൾ ഈ കാർ സുനേരി മസ്ജിദിൽ നിന്ന് ഇറങ്ങി നേരെ മുന്നോട്ട് വരുന്നു. പിന്നീട് ഈ റെഡ് ഫോർട്ടിൻ്റെ ഈ ഗേറ്റിൽ വന്ന് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുകയാണ്. ഈ സ്വാഭാവികമായും അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാകാം. അപ്പോൾ ഒരുപാട് ആളുകളെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ചാവേറായി വന്ന ശേഷം ഈ ഉമർ മുഹമ്മദ് എന്ന ആൾ, ഡോക്ടറാണ് അദ്ദേഹം ആ കാറിലെ സ്ഫോടക വസ്തു പൊട്ടിക്കുന്നു. അത് വലിയ ശബ്ദത്തോടുകൂടി, വലിയ പ്രകമ്പനത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്നു. ഏതായാലും ഇതിന് പിന്നിൽ ഉമർ മുഹമ്മദ് മാത്രമാകാനുള്ള സാധ്യതയില്ല. ഇത് ഫരീദാബാദ് അറസ്റ്റിനെ തുടർന്നുള്ള ഒരു പ്രകോപനം തന്നെയായിരിക്കാം അദ്ദേഹം കാണിച്ചത് എന്ന് അന്വേഷണ ഏജൻസികൾ, ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഈ സ്ഫോടക വസ്തു ഈ കാറിനകത്ത് നിറച്ചതും ഈ കാർ ഡൽഹിയിലേക്ക് വന്നതിലുമൊക്കെ തന്നെ മറ്റ് ചിലർക്ക് കൂടി പങ്കുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്താനുള്ള നീക്കമാണ് പ്രധാനമായും നടക്കുന്നത്. നേരത്തെ അതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എനിക്ക് വലതുവശത്താണ് ഈ ദരിയാഗഞ്ച് എന്ന് പറയുന്ന പ്രദേശം, ഈ ജുമാ മസ്ജിദിൻ്റെയൊക്കെ പരിസരത്തുള്ള സ്ഥലം. അവിടെ ചെറിയ ഒരുപാട് ഹോട്ടലുകളുണ്ട്. ആ പ്രദേശത്താണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്, ഹോട്ടലുകളിൽ റെയ്ഡ് നടക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ 4 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഉമർ മുഹമ്മദ് നേരത്തെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടോ, അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും താമസിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനി പുറത്തു വരേണ്ട വിവരമാണ്. അദ്ദേഹത്തെ സഹായിച്ചവർ ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോ, അവരുമായി ബന്ധമുള്ള ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? സ്വാഭാവികമായും ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഫോണുകളൊക്കെ തന്നെ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ആ ഫോണുകളൊക്കെ ട്രാക്ക് ചെയ്ത് ആരൊക്കെയായി ഇവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുമായിരിക്കും. ഏതായാലും ഇതൊരു വലിയ ആസൂത്രിത സ്ഫോടനം തന്നെയാണ്, ഒരു ഭീകരാക്രമണം തന്നെയാണ്, വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്. കാരണം ഡൽഹിയിൽ ഇങ്ങനെ സ്ഫോടക വസ്തു നിറച്ച ഒരു കാർ ഡൽഹിയിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. അതീവ സുരക്ഷയുള്ള മേഖലയാണ്, പ്രത്യേകിച്ച് ഈ ചെങ്കോട്ട പരിസരമൊക്കെ. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചു വരാം. താങ്ക് യു പി എസ് സുനിൽ.